ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നമ്മുടെ ഓണം റെസിപ്പീസൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മളിതിന് മുമ്പിട്ട ഒരു പാലടയാണ്. വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ കാണാത്തവരെല്ലാം കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഓണം റെസിപ്പി ആയിട്ട് തന്നെയാണ്. ഓണത്തിന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ചേനയും വൻപയറും വെച്ചിട്ടുള്ള ഒരു എരിശ്ശേരിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനലിൽ കുറേയധികം ശർക്കര വരട്ടി, അതുപോലെ തന്നെ നുറുക്കുപ്പേരി, ഉപ്പേരി, അതുപോലെ തന്നെ പായസം തന്നെ കുറേ വെറൈറ്റിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അത് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങാം. എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 കപ്പ് വൻപയറാണ്. വൻപയർ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് സമയം നമ്മൾ കുതിർത്ത് വെക്കണം. അപ്പോൾ വൻപയർ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 3 മണിക്കൂറെല്ലാം കുതിർത്ത് വെക്കുകയാണെങ്കിൽ വൻപയർ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും മുങ്ങാൻ പാകത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. 2-3 മണിക്കൂർ കുതിർത്ത് കഴിയുമ്പോഴത്തേക്കും പയർ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി കുക്കർ മൂടി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. കുക്കർ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഒരു 4-5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. കൂടുതൽ വെന്തുടഞ്ഞു പോകരുത്. എരിശ്ശേരി ഉണ്ടാക്കാൻ ആവശ്യമായ ചേനയാണിത്. ചേന തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം സ്ക്വയർ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചതാണിത്. ഞാനിവിടെ ഒരു 2.5 കപ്പ് ചേനയാണ് എരിശ്ശേരിക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ചേന ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചേന പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടി നമുക്ക് പ്രഷർ കുക്കറിൽ വേണമെങ്കിൽ വേവിച്ചെടുക്കാം. ഞാനിവിടെ പാനിൽ വെച്ചിട്ട് തന്നെയാണ് ചേന വേവിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പുപൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ചേന കുക്കായി കിട്ടാൻ കുറേ താമസം വരും. ചേന കുക്കായി വരുന്ന സമയത്ത് നമ്മൾ ഉപ്പുപൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി പാൻ സ്റ്റവിൽ വെച്ച് വെള്ളം തിളക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ചേന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചേന വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം വെള്ളം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം പാനൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യണം. ചില ചേനക്ക് വേവ് കൂടുതലായിരിക്കും. ഒരു 20 മിനിറ്റ് എല്ലാം വേകാനായിട്ട് സമയമെടുക്കും. കൂടുതൽ വേവുള്ള ചേനയിൽ നമ്മൾ കുക്കറിൽ തന്നെ വേവിക്കുന്നതാണ് നല്ലത്. ഇടയ്ക്ക് പാൻ്റെ മൂടി മാറ്റിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വീണ്ടും മൂടി വെച്ച് കുക്ക് ചെയ്യണം. എരിശ്ശേരിക്ക് ഒരു അരപ്പുണ്ടാക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. 3/4 കപ്പ് ചിരവിയ തേങ്ങ, 3 ചെറിയ ഉള്ളി, 1 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 പച്ചമുളക്. ഇനി മിക്സിയിൽ ഒരു ചെറിയ ജാറിലേക്ക് അരക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അരക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് പാകത്തിന് അരച്ചെടുക്കണം. അരപ്പ് കൂടുതൽ വെള്ളം പോലെ ആകരുത്. കുറച്ച് തിക്കായിട്ടുള്ള പാകത്തിന് വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ അരപ്പ് ഈ കാണുന്ന പോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചത്. അതുകൊണ്ട് അരപ്പ് കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. ഈ പാകത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അത് നമുക്കിനി മാറ്റി വെക്കാം. ഇപ്പോൾ ചേന കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ചേനയിലെ വെള്ളമെല്ലാം കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ചേന വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊരു കഷ്ണം എടുത്ത് നോക്കാം. ഇപ്പോൾ ചേന പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറും കൂടി ചേർത്ത് കൊടുക്കാം. പയർ ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വീണ്ടും പാനൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്യണം. 5 മിനിറ്റിന് ശേഷം പാൻ്റെ മൂടി മാറ്റിയതിന് ശേഷം സ്പൂൺ കൊണ്ട് പയറും ചേനയെല്ലാം ചെറുതായിട്ട് ഉടച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് പാത്രത്തിലുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാൻ. നമ്മൾ പയർ വേവിച്ച സമയത്ത് ഉപ്പുപൊടി ചേർത്തിട്ടുള്ളതാണ്. ഉപ്പുപൊടി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. എരിശ്ശേരി ഒന്ന് കുറുകി തിക്കായിട്ട് വരണം. ഇപ്പോൾ എരിശ്ശേരി വെള്ളമെല്ലാം പറ്റി കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എരിശ്ശേരിയിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെക്കണം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും 2 ഉണക്കമുളക് 2ആയിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തേങ്ങയും ചെറിയ ഉള്ളിയെല്ലാം മൂത്തൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റി കൊടുക്കാം.
ഇപ്പോൾ തേങ്ങയിൽ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി വറുത്തെടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് എരിശ്ശേരിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. നല്ല വെളിച്ചെണ്ണയുടെയും അതുപോലെ തന്നെ ആ തേങ്ങ വറുത്തതിൻ്റെ ഉള്ളി മുപ്പിച്ചതിൻ്റെ ഒക്കെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മണം വരുന്നുണ്ട്. വീണ്ടും ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.